ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 10,000 രൂപയ്ക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സെറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒക്ടോബർ 2019 ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റുക റെഡ്മിയുടെ നോട്ട് 8 എന്നുള്ള സെറ്റാണ്. എന്തുകൊണ്ടാണ് ഈ റെഡ്മി നോട്ട് 8 10,000 രൂപയ്ക്ക് ബെസ്റ്റ് എന്ന് പറയാൻ കാരണം? അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയാണ്. ബിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഉപയോഗിച്ചെടുക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 എന്ന് പറയുമ്പോൾ ഗൊറില്ല ഗ്ലാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഗൊറില്ല ഗ്ലാസ് 6 ആണ്. പക്ഷേ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ഉപയോഗിച്ച ഫോൺ നോക്കിയാൽ OnePlusൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ OnePlus 7T എന്നുള്ള ഫോണിൽ ഉപയോഗിച്ചെടുക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഗൊറില്ല ഗ്ലാസ് 5 എത്രത്തോളം മികച്ചതാണ് എന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു പോയിൻ്റായിട്ട് പറയാൻ സാധിക്കും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ P2i നാനോ കോട്ടിൻ ടെക്നോളജി ഉണ്ട്. അതായത് ഈ റെഡ്മി നോട്ട് 8 വെള്ളത്തിനെ ചെറുതായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഫോണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല എന്നല്ല, സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അതായത് നമുക്ക് ചെറുതായിട്ട് മഴയത്തൊക്കെ ഈ ഫോൺ ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഫോണിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഈ 10,000 റേഞ്ചിലെ ഫോൺ എടുക്കുമ്പോൾ അത്യാവശ്യം അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോൺ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഇതിൻ്റെ ക്യാമറ, അതേപോലെ തന്നെ ക്യാമറ ഫീച്ചേഴ്സാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിലെ മെയിൻ ക്യാമറയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാംസങ്ങിൻ്റെ 48 മെഗാപിക്സൽ ISO സെൽ GM1 എന്നുള്ള സെൻസറാണ്. ഈ സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെൻസറാണ്. 10,000 റേഞ്ചിലുള്ള ഫോണിന് ഈ ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് അടിപൊളി എന്ന് തന്നെ പറയാൻ സാധിക്കും. മാത്രമല്ല ഇതിനോട് കൂടെ നമുക്ക് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ടച്ച് സെൻസർ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് അൾട്രാ മാക്രോ മോഡിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 2 മെഗാപിക്സൽ മാക്രോ ക്യാമറയും വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ, അതും ഇതിൻ്റെ മെയിൻ ക്യാമറ അടിപൊളി എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഇതിൻ്റെ ക്യാമറ അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് 10,000 രൂപയ്ക്ക് ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു കാരണമാണ് ഈ 10,000 രൂപയ്ക്ക് ഫോൺ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോണിനും ഫാസ്റ്റ് ചാർജർ കണ്ടുവരാറില്ല. പക്ഷേ ഈ റെഡ്മി നോട്ട് 8 എന്നുള്ള ഫോണിന് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചില ഫോണുകൾക്ക്, സാംസങ്ങിൻ്റെ ചില ഫോണുകൾക്കുണ്ട് ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നുണ്ട്. പക്ഷേ റിയൽമി ഫോണൊക്കെ എടുത്താൽ ഈ ഒരു പ്രൈസ് കാറ്റഗറിയുള്ള റിയൽമി 5, റിയൽമി 3 ഈ ഫോണുകൾക്കൊന്നും നമുക്ക് ഫാസ്റ്റ് ചാർജർ കണ്ടുവരുന്നില്ല. തീർച്ചയായിട്ടും ഇതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി നാലാമതായിട്ട് ഈ ഫോൺ ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അത് തന്നെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല IPS LCD ഡിസ്പ്ലേ ആണ്, സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യം നോക്കുമ്പോൾ 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് തരാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയാൻ സാധിക്കും. ഇതൊക്കെ നോക്കുമ്പോൾ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ മികച്ചതാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ അഞ്ചാമത്തെ ഒരു പോയിന്റ്, ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ മുമ്പുള്ള ഫോണൊക്കെ എടുത്താൽ, ഈ 10,000 റേഞ്ചിലുള്ള ഫോണൊക്കെ എടുത്താൽ അതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിരിക്കും നമുക്ക് 10,000 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടുക. അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ റാം, മെമ്മറി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് 3GB റാം, 32GB ഇൻറ്റേർണൽ മെമ്മറി ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. പക്ഷേ റെഡ്മി നോട്ട് 8 റെഡ്മി 332 എന്നുള്ള വേരിയൻ്റേ ഇല്ലാതാക്കി. എന്നിട്ട് 4GB റാം, 64GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ആ ഒരു വേർഷൻ ബേസ് വേരിയൻ്റ് ആക്കി. എന്നിട്ട് 10,000 രൂപയ്ക്ക് കൊടുത്തു. ഇതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഇത് ആദ്യമായിട്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കുറേ മുമ്പ് ഫോൺ ഇറങ്ങി എന്നിട്ട് 10,000-ൽ താഴെ വില കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള വേർഷനല്ല, ഇറക്കുമ്പോൾ തന്നെ ഇത്രയും നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ 464 ഇങ്ങനത്തെ ഒരു വേരിയൻറ്റിൽ ഇറക്കിയ 10,000-ൽ താഴെ വരുന്നൊരു ഫോണില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് റെഡ്മി നോട്ട് 8 എന്നുള്ള ഫോൺ 10,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ റെഡ്മി നോട്ട് 8 എന്നുള്ള ഫോൺ ഇറക്കിയപ്പോൾ തീർച്ചയായിട്ടും റിയൽമി നോക്കി നിൽക്കില്ല. റിയൽമി 3 Pro എന്നുള്ള ഫോൺ, അതായത് അവരുടെ തൊട്ട് മുമ്പുള്ള സീരീസിൽ ഇറങ്ങിയ ഒരു ഫോണാണ്. അടിപൊളി ഫോണാണ്. ഏകദേശം 14,000 റേഞ്ചിലൊക്കെ ഉള്ള ബെസ്റ്റ് ഫോണായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വില കുറച്ചിട്ട് 464 വേരിയൻറ്റ് നമുക്ക് 10,000 രൂപയ്ക്ക് ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും അതേ പ്രൈസ് ആയിരിക്കുമോ എന്നറിയില്ല. റിയൽമി 5, റിയൽമി 3 ഈ ഫോണൊന്നും റെഡ്മി നോട്ട് 8-നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റിയൽമി 3 Pro ഈ ഒരു പ്രൈസിന് 10,000-ൽ താഴെ പ്രൈസിന് കിട്ടുവാണെങ്കിൽ
നമുക്ക് ഈ രണ്ട് ഫോണിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന 10,000 റേഞ്ചിലുള്ള ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ Redmi Note 8. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.